നമസ്കാരം. ആനുകാലികത്തിലേക്ക് സ്വാഗതം. തീസരി ബാർ മോദി സർക്കാർ, അബ്കി ബാർ 400 പാർ. മൂന്നാം തവണയും മോദി സർക്കാർ. ഇപ്രാവശ്യം സീറ്റുകൾ 400-ലേറെ. ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിച്ച് BJP ഒറ്റയ്ക്ക് 370 സീറ്റുകൾ നേടും എന്നുറപ്പിച്ചാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 18ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ഭാരതീയ ജനതാ പാർട്ടി ഒരുങ്ങുന്നത്. ശക്തനായ ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ ഗുണപരമായ രീതിയിൽ കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയാത്ത പ്രതിപക്ഷം, ഒറ്റ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത പ്രതിപക്ഷ കക്ഷികളുടെ ദൗർബല്യത്തെ പരമാവധി മുതലെടുത്താണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP സഖ്യം മുന്നേറുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ സഖ്യത്തിന് പ്രാദേശിക താൽപ്പര്യങ്ങളുടെ പേരിൽ ക്രിയാത്മകമായി ഒന്നിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാൽ കൂടി തിരഞ്ഞെടുപ്പ് അടുത്തതോടെ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് വിവിധ ഏജൻസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയരായവരും അവരുടെ കണ്ണിൽപ്പെട്ടവരും കൂടി ചേർന്ന് മോദിക്കെതിരെ ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന തോന്നൽ സൃഷ്ടിക്കുന്നുണ്ട്. ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ടാഗ് ലൈനോടെയാണ് മുമ്പ് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ മൂന്നാം തവണയും മോദി സർക്കാർ, ഇപ്രാവശ്യം 400-ലേറെ. ഇതാണ് ഇത്തവണത്തെ പ്രധാന മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം പ്രതിപക്ഷ കക്ഷികളുടെ ആത്മവീര്യത്തെ ഒരു പരിധിവരെ ചോർത്തിക്കളഞ്ഞു എന്നതാണ് സത്യം. രാജ്യത്ത് ഇത് ആദ്യമായിട്ടാണ് ആര് ഭരണത്തിൽ വരും എന്ന് തർക്കമില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മോദി പറഞ്ഞ 370ഉം 400ഉം സീറ്റുകൾ നേടുമോ എന്നത് മാത്രമായി തിരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളെക്കുറിച്ചുള്ള ആകാംക്ഷകൾ ചുരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മോദി എന്ന വ്യക്തിയിലേറെ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഐക്യമില്ലായ്മയാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൈവന്നിരിക്കുന്നതിന് കാരണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഉറപ്പോടെ പ്രതിപക്ഷ നിരയിലെ ചില നേതാക്കൾ നടത്തിയ അഴിമതികൾ ഓരോന്നോരോന്നായി ചികഞ്ഞെടുത്ത് പുറത്തിടാൻ നരേന്ദ്രമോദി നടത്തിയ നീക്കങ്ങൾ പ്രതിപക്ഷ നിരയിലെ പല നേതാക്കളെയും പിന്നോട്ട് വലിച്ചു എന്നതാണ് സത്യം. സ്വതന്ത്ര ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ ജാതി നോക്കിയുള്ള വോട്ട് നൽകൽ രീതിക്ക് കഴിഞ്ഞ ഏറെ വർഷങ്ങളായി മാറ്റം വന്നിട്ടുണ്ട്. വികസനവും വളർച്ചയും ആണ് പ്രധാനമെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബഹിരാകാശ രംഗത്തും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുതിച്ചുചാട്ടങ്ങൾ വലിയൊരു അളവിൽ വർഗീയ സംഘടനകൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞതുമൊക്കെ എടുത്തുകാട്ടിയുള്ള പ്രചരണത്തിനാണ് മോദിയുടെ നേതൃത്വത്തിൽ BJP ഒരുങ്ങുന്നത്. രാഷ്ട്രീയമായി മാത്രം കാണാവുന്നതൊഴികെ എടുത്തു പറയത്തക്ക അഴിമതി ആരോപണങ്ങളൊന്നും കഴിഞ്ഞ 2 വർഷത്തെ മോദി സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടില്ല. പഴയ ചേരുവകൾ ഒന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കാണാനേ സാധിക്കുന്നില്ല. ഇന്ന് അഴിമതി ആരോപണ വിധേയരായ നേതാക്കളെ രാജ്യമെമ്പാടും നടന്നു തുറന്നു കാട്ടുന്നതിൽ മോദി വലിയൊരു അളവിൽ വിജയിച്ചു. ക്ഷേമകരമായ പ്രൊജക്റ്റുകൾ നിരത്തിയുള്ള പ്രചരണത്തെ നേരിടുന്നതിൽ പലപ്പോഴും പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെടുകയായിരുന്നു. അവരവരുടെ നേരെയുള്ള അഴിമതി ആരോപണത്തെ എങ്ങനെ മറികടക്കാം എന്ന ചിന്ത മാത്രമായിരുന്നു പ്രതിപക്ഷ നിരയിലെ പല നേതാക്കൾക്കും. അവർക്ക് പിഴച്ചതും അവിടെയാണ്. ലോകത്തെ ഏറ്റവും വലിയ 5ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ നിന്ന് 3ാം സ്ഥാനത്തേക്ക് രാജ്യത്തെ എത്തിക്കും എന്ന് മോദി ഉറപ്പു നൽകുന്നു. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ആഴത്തിലുള്ള സാങ്കേതിക വിദ്യ, സർവ്വ മേഖലകളിലെയും സ്ത്രീ ശാക്തീകരണം, മുത്തലാഖ് നിയമവിരുദ്ധമാക്കിയത്, വനിതാ സംവരണം 3-നാക്കിയത്, പ്രധാനമന്ത്രി ആവാസ് യോജന ഒക്കെ ജനങ്ങളിൽ സ്വാധീനമുറപ്പിക്കാൻ സാധിച്ചു. 2024 വികസിത ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മോദിയും കൂട്ടരും മുന്നോട്ട് പോകുന്നത്. മോദിക്ക് മുമ്പ് അടൽ ബിഹാരി വാജ്പേയി 3 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നു. ആദ്യ തവണ 13 ദിവസവും പിന്നീട് 13 മാസവും, 3ാം ടൈമിൽ മുഴുവൻ കാലാവധിയും. പക്ഷേ ഇതൊന്നും തുടർച്ചയായിട്ടല്ലായിരുന്നു. 1966 മുതൽ 1977 വരെ 3 തവണ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. എന്നാൽ കോൺഗ്രസ് പാർട്ടിയെ 3 തവണ തുടർച്ചയായി അധികാരത്തിലെത്തിക്കാൻ ഇന്ദിരാഗാന്ധിക്കും കഴിഞ്ഞിരുന്നില്ല. 1947 മുതൽ 64 വരെ ഭരിക്കുകയും 52, 57, 62 വർഷങ്ങളിൽ തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രി പദം അലങ്കരിക്കുകയും ചെയ്ത അപൂർവ സ്വീകാര്യത ലഭിച്ചത് നെഹ്റുവിന് മാത്രമാണ്. മോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടാൽ 2024 തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ മോദിക്കും അത്തരത്തിൽ ഒരു അവിസ്മരണീയമായ ചരിത്ര മുഹൂർത്തം സൃഷ്ടിക്കാൻ സാധിക്കും. കാര്യങ്ങൾ ഏറെക്കുറെ ആ രീതിയിലാണ് നീങ്ങുന്നതും. വ്യക്തിപരമായ ജനപ്രീതിയെ പാർട്ടിക്കും സർക്കാരിനും അനുകൂലമാക്കി മാറ്റുന്നതിൽ നരേന്ദ്രമോദി വിജയിക്കുന്നു. മോദിയും മറ്റുള്ളവരും എന്ന രീതിയിൽ തിരഞ്ഞെടുപ്പിനെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായ ചെറുതായൊന്ന് തെളിഞ്ഞുവെങ്കിലും മോദിയുടെ മുഖ്യ എതിരാളി എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ അദ്ദേഹത്തിന് ഇനിയും സാധിച്ചിട്ടില്ല.
ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഉള്ള രാജ്യമാക്കി മാറ്റും എന്ന വാഗ്ദാനം ജനങ്ങളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. മണിപ്പൂർ പോലെയുള്ള വിഷയങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് ചെറിയ തോതിൽ മങ്ങലേൽപ്പിച്ചു എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്നാൽ ക്ഷേമ പരിപാടികളിലൂടെയും സാമുദായിക സൗഹാർദ്ദം ഉറപ്പിക്കുന്നതിലൂടെയും ക്രമസമാധാന പ്രശ്നങ്ങൾ കുറച്ചു കൊണ്ടുവരികയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലുള്ള ശ്രദ്ധയും ഒക്കെ ജനങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ശക്തമായ പ്രതിപക്ഷ നിരയുടെ അഭാവവും വർഷം മുഴുവനും ഓടി നടന്ന് ജോലി ചെയ്യുന്ന പ്രധാനമന്ത്രിയും തമ്മിലെ പോരാട്ടമായി 2024 തിരഞ്ഞെടുപ്പ് ചുരുങ്ങിയതിന് പിന്നിലെ കാരണവും അതാണ്.